ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വാചകം അടിച്ചുകൊണ്ട് കുക്ക് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഒരു മനുഷ്യനെ തോലുരിഞ്ഞ് വെച്ചേക്കുന്നത് പോലെ. ഇത് ചിക്കനാണ് കേട്ടോ. ഇവിടെ സ്നീസേൽ ഉണ്ടാക്കാനായിട്ട് അവരിങ്ങനെ നേർപ്പിച്ചാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കുക. സ്നീസേൻ്റെ റെസിപ്പി നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. ഓക്കെ, ഞാനിന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് മാത്രമല്ല, എൻ്റെ ഒരു ഫോൾട്ടിനെ കുറിച്ച് പറയാനാണ്. എനിക്കത് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു നല്ലൊരു ഭാഗം എൻ്റെ ലൈഫിൽ എനിക്ക് ഫോൾട്ടായിട്ട് തോന്നിയിട്ടൊരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് വലിയ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ജോലിയുടെ സ്ട്രെസ് കൊണ്ട് എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാവർക്കും, അത് എവിടെ വാട്ടെവർ ടീസ് എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ജോലിയുടെ സ്ട്രെസ്സൊക്കെ വരുമ്പം മെൻ്റലി എല്ലാവരും ഡൗൺ ആവാറുണ്ട്. അപ്പം നമുക്ക് മറ്റേ സാധനം വരും, എന്തുവാ, ഡിപ്രഷൻ. ഓക്കെ, അത് വരുന്ന ടൈമിന് ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഞാൻ കുറേ വട്ടൊക്കെ കാണിക്കും. അതെന്താണെന്ന് ലാസ്റ്റ് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ, ഭക്ഷണത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് 2 വാക്ക് സംസാരിക്കണം. കാരണമെന്ന് വെച്ചാൽ, ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരാണ് മക്കൾ. അമ്മച്ചി ഞങ്ങൾ +2 പഠിക്കുന്നത് വരെയും അമ്മച്ചിയാണ് ടിഫിൻ ബോക്സ് റെഡിയാക്കി തരുന്നതും, ഞങ്ങളെ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ മുടി വരെ പിന്നെ അപ്പുറം ഇട്ട് തന്നു വിടുന്നത് വരെ എൻ്റെ അമ്മയായിരുന്നു. ഞാനാണെങ്കിൽ പല്ല് തേക്കാൻ ബ്രഷ് എടുക്കാനാണ് അടുക്കളയിൽ പോയിക്കൊണ്ടിരുന്നത്, അല്ലാണ്ട് പോകത്തതേ ഇല്ലായിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഈ പാൻ ഒന്ന് മാറ്റിക്കൂടെ എന്നൊന്നും കമൻറ്റ് വരരുത്. എൻ്റെ ഡാഡിയല്ല പാൻ മേടിച്ചെന്ന്. ഓക്കെ, അതുകൊട്ടെ. അപ്പോൾ അമ്മയാണ് നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി തന്നുകൊണ്ടിരുന്നു. അതിഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എടുത്ത് കളയും. ചിലപ്പം മുട്ട വറുത്തത്, ചമ്മന്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചില ദിവസങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെടുത്ത് കളയും. അപ്പം അതിൻ്റെ വില മനസ്സിലാക്കാൻ ഇസ്രയേൽ പോലൊരു രാജ്യത്ത് വരേണ്ടി വന്നു. ഓക്കെ, ഇസ്രയേൽ പോലൊരു രാജ്യത്ത് വന്ന്, ഇവിടെ ഭക്ഷണമില്ലാത്ത സ്ഥലമൊന്നുമല്ല, എങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നമുക്കൊരവസരം തരും, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇവിടെ കൂടുതലും ഞാനിപ്പോൾ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം കണ്ടോ, പച്ചക്കറി. എൻ്റെ ലൈഫിൽ എനിക്ക് കണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാത്തൊരു സാധനമായിരുന്നത്. അയ്യോ, പറഞ്ഞു വിട്ട് പിച്ചാത്തിയുടെ അറ്റം എവിടെ പോയി? സർവ്വസാധനവും നശിപ്പിച്ച് വെച്ചിരിക്കുക ഇവിടെ. പോട്ടെ. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പച്ചക്കറിയൊക്കെ കുറച്ച് കഴിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിലും നമ്മുടെ ബോഡിയിലും ഉണ്ടായിട്ടുണ്ട്. അത് വേറെ, നല്ല ഓവർ വെയിറ്റ് ഉള്ള ആളായിരുന്നു ഞാൻ. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നാട്ടിൽ ചെല്ലുമ്പം ആ നാട്ടിൻ്റെ രീതികളനുസരിച്ച് വേണമല്ലോ ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മളൊരു ജോലി നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ രീതികൾ. ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാക്കാൻ വേറൊരു രാജ്യത്ത് വരേണ്ടി വന്നു. കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോയിട്ടും നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫുഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ വേറൊരു രാജ്യത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ വില മനസ്സിലായി. എന്നാൽ ഭക്ഷണം ഇല്ലാതെ കിടക്കുമല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ എനിക്ക് ഭക്ഷണം കൊണ്ട് നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണം കൊണ്ട് നല്ല ഓർമ്മകളും ഉണ്ടായിട്ടുണ്ട്, ചീത്ത പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണമാണ് എല്ലാത്തിലും പ്രശ്നം. എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു സാധനമാണ് ഭക്ഷണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്നത് വേണം, അത് വേണം, ഇത് വേണമെന്നൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല. വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു പോവുക. പിന്നെ ഇവിടെ സ്വന്തം ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവിടുത്തെ മസാലയുടെ മണമൊന്നും പിടിക്കാത്തതുകൊണ്ട് നമുക്ക് ഹെവി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു ഭക്ഷണത്തെ ഇസ്രായേലിൻ്റെ ദേശീയ ഭക്ഷണമായി ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ മാത്രമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ആരും പറയരുത്. ആ സാധനം ഞാനിപ്പം ഈ പാനിലേക്ക് ചൂടാക്കാനായിട്ട് ഇടും. നിങ്ങളെല്ലാവരും കണ്ടോണം. നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതാണ് അദ്ദേഹം. ഇദ്ദേഹമില്ലാതെ ഇവിടെ ഒരു പരിപാടിയില്ല. ഓക്കെ, എന്ത് കലാപരിപാടി വന്നാലും ഇദ്ദേഹത്തെ കൊണ്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഭക്ഷണം ഇവിടുത്തെ. ഓക്കെ, ഡോക്ടർമാർ പറയും വൈറ്റ് ബ്രെഡ് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, മൈദ കഴിക്കരുത്. പക്ഷേ ഇവർ ഡെയിലി ഇതൊക്കെ കഴിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒട്ടുമിക്ക വീടുകളിൽ ഇതാണ്. അപ്പം ഞാനിപ്പോൾ ഇതങ്ങോട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിക്കരുത്. ചിക്കൻ വറുത്ത പാത്രത്തിൽ ഇട്ടാൽ അതിനകത്ത് വേറെ ബ്യൂട്ടീഷ്യനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പൊടി അവിടെ പറ്റിയിരിക്കുന്നു. ഓക്കെ,
ബ്രെഡിന് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറെ, അതുകൊണ്ടങ്ങ് ക്ഷമിക്കുക. ഇതൊന്നും കഴിച്ചുകൂടാന്നും പറയരുത്. ഞാനപ്പം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു മെൻ്റൽ പ്രശ്നം വരുമെന്ന്. എൻ്റെ മെൻ്റൽ പ്രശ്നം ഇതാണ്. എൻ്റെ മെയിൻ മെൻ്റൽ പ്രശ്നം ഇതാണ്. വിശപ്പാണ് എൻ്റെ മെയിൻ പ്രശ്നം. വിശപ്പ് വന്നാൽ ഞാൻ എന്തും കഴിക്കും. വിശപ്പ് വന്നാൽ ഞാൻ ആരെയും കഴിക്കും. അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. വിശപ്പ് വന്നാൽ ഞാൻ കഴിക്കും, കിട്ടുന്നത് കഴിക്കും. കൈ കിട്ടുന്ന എന്തുവാ കഴിക്കും. ഇപ്പോഴത്തെ അവസ്ഥയാണ് കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇവരെ കായികപരമായി നേരിടണമെങ്കിൽ കുറച്ച് ആയുധങ്ങളും കൂടി വേണം. അപ്പം നമ്മൾ ആയുധങ്ങൾ കൊണ്ടാണ് അവരെ നേരിടുക. ആയുധപ്പുര നമുക്ക് തുറക്കാം. ആയുധപ്പുര തുറന്നതിന് ശേഷം ഇതിൽ നിന്നും ഏറെ പ്രത്യേകിച്ച് ഒരു വാളാണ്, ഉടവാളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മെയിൻ ആളാണ് ഇയാൾ. ഓക്കെ, ഉടവാൾ. അത് കഴിഞ്ഞ് കുന്തം, ഗദ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്ത സാധനത്തിന്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന യുദ്ധക്കളത്തിലേക്ക്, പോർക്കളത്തിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഡിപ്രഷൻ, എനിക്ക് ഈ ഡിപ്രഷൻ സംഭവിക്കാറ് രാത്രിയിലാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ദാ അങ്ങോട്ട് നോക്കൂ, ആഹാ എന്ത് മനോഹരമായ കാഴ്ച. പള്ളിപ്പെരുന്നാളിന് ലൈറ്റ് നിരത്തിയതുപോലെയുണ്ട്. വേണമെങ്കിൽ ഫോണിൽ നോക്കിക്കോ, മണി 2:12. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡിപ്രഷൻ വരുമ്പം ഭക്ഷണത്തെ ആശ്രയിക്കുന്ന പലരുടെ അവസ്ഥ. ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, സുപ്രഭാതം. ഞാൻ പോകുന്നു. ബൈ.